യെസ് 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 യെസ്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? അടിപൊളിയായിട്ട് പോകുന്നോ? എന്തൊക്കെയുണ്ട്? ആ ഞാൻ ചോദിക്കട്ടെ, ജി മെയിൻസിന്റെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു മിനിഞ്ഞാന്നോ മറ്റോ, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ എഴുതിയവരൊന്ന് റീസെൻഡ് ചെയ്ത്. ജി മെയിൻസിന്റെ ഫസ്റ്റ് സെഷൻ എഴുതിയ ആൾക്കാർ ഒരാൾ, ആരും എഴുതിയില്ലേ? ഈശ്വരാ, രണ്ടാൾ. ആ യെസ്, വിളിക്ക് ചോദിക്കട്ടെ. ഓക്കെ, ബാക്കിയുള്ളവർ എഴുതിയവരൊക്കെ ഒന്ന് റീസെൻഡ് ചെയ്യും കേട്ടോ, കാണട്ടെ ഞാൻ. യെസ്, ദേവിക എങ്ങനെ ഉണ്ടായിരുന്നു എഴുതിയിട്ട്? എന്ത് തോന്നി? ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപരിചയം തോന്നിയോ? ആ ഇതൊക്കെ കുഴപ്പമില്ല, പഠിച്ചാൽ കിട്ടും, അങ്ങനെയൊക്കെ തോന്നിയോ? ആ ഇന്നായിരുന്നോ? ആഹാ, ഫൈൻ 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 ഫൈൻ. ഓക്കെ, ഫ്രഷ് ആണ്, ഫ്രഷ്. ഓക്കെ, എന്ത് തോന്നി? ആ യെസ്, അതെന്തുകൊണ്ടാ? നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് ക്ലാസ്സസ് പോകുന്നതുകൊണ്ടാണ്. എനിക്ക് വയ്യ. ഓക്കെ, അല്ല കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ആ പ്രോബ്ലംസ് വരില്ലല്ലോ. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ ചെയ്യാം. പ്രോബ്ലംസ് വരില്ല എന്നല്ല, ബട്ട് കോൺസെപ്റ്റ്സ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, കോൺസെപ്ഷണൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും കെമിസ്ട്രി ഒരു പരിധി വരെ. ഓക്കെ, അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല എന്നാണ് പറഞ്ഞത്. യെസ്, പിന്നെ വേറെ ആരാ? ജിങ്കിൾ. ഓക്കെ, ജിങ്കിൾ. ഓക്കെ, ജിങ്കിൾ. ഓക്കെ, എടാ മോളെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഈശ്വര. ഓക്കെ, ഈ ബാച്ചിൽ ഇപ്പോൾ ഇത്രയും കാലം ഉണ്ടായിട്ട് ഞാനിപ്പോഴാണല്ലോ അറിയുന്നത്. സൈലന്റ് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന ആളാണ്, വരാറില്ല. ന്യൂ സ്റ്റുഡൻ്റ് ആണോ? അല്ലല്ലോ. ആണോ? റിവിഷൻ ടൈമിലാണോ ജോയിൻ ചെയ്തത്? ഓ ഓക്കെ 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 യെസ് ഫൈൻ. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു എഴുതിയിട്ട്? എനിക്ക് വയ്യ, എനിക്ക് അറിയാമായിരുന്നു. ഓക്കെ യെസ്, എന്നിട്ട് പിന്നെ പ്രോബ്ലം ടഫായിരുന്നു, ചെയ്യാൻ അധികം പറ്റിയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടുപരിചയം തോന്നി. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണ്, അങ്ങനെ ഒരു ഫീൽ വന്നാ ഗുഡ്. അപ്പൊ നമ്മൾ റൈറ്റ് ട്രാക്കിലാണ്. യെസ്, ഷെർലിനെ ചോദിക്കട്ടെ, എന്ത് തോന്നി? ഇത് ഞാൻ പറയാറില്ലേ, ഞാൻ ക്ലാസ്സിൽ പറയാറില്ലേ? അല്ല, മൊത്തത്തിൽ ഞാനിത് പറയാറില്ലേ, +1 ടോപ്പിക്സിന്റെ ആവശ്യമുണ്ടെന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ യെസ്. അപ്പൊ മക്കളെ, വേറൊരു കാര്യം ബാക്കി എല്ലാവരോടും കൂടി. ഓക്കെ, CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് അഡ്മിഷൻ ടെസ്റ്റ്. ഓക്കെ, അതിന്റെ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തായിരുന്നോ? അപ്ലൈ ചെയ്തെങ്കിൽ ടാറ്റതാ ചെയ്തു. ചെയ്യാത്തവർക്ക് വേണ്ടി January 30 വരെ ഡേറ്റ് ഉണ്ട്, ചെയ്യണം. ഓക്കെ, ഇതറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു ബ്രീഫിംഗ്, ആ എക്സാമിനെ പറ്റി അറിയാത്തവർക്ക് ഒരു ബ്രീഫിംഗ്. ഓക്കെ മക്കളെ, ഇന്നത്തെ കാലത്തെ MBBS-ഉം നമ്മുടെ ഈ പറയുന്ന സോ കോൾഡ് എഞ്ചിനീയറിംഗും കുറേയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ MBBS-ലോട്ട് ഇറങ്ങുവാണെങ്കിൽ, മെഡിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ മിനിമം MD കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റണം. MBBS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയില്ലാത്ത കാലഘട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ആണെങ്കിലും, എഞ്ചിനീയറിംഗ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസിലാവണം. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറിംഗ് കൊണ്ട് രക്ഷയുള്ളൂ. പിന്നെ പുറത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ, അല്ലേ? അറിയാം, അവിടുത്തെ ഫോറിൻ എംബസീസ് ഒക്കെ എന്താ പറയുക, റൂൾസ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ റിസർച്ച് ഫീൽഡിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന ഒരു തിരിച്ചറിവാണ് കോവിഡ് നമുക്ക് ഉണ്ടാക്കി തന്നത്, അല്ലേ? ഇപ്പോൾ കോവിഡ് വന്നു, ഇത്രയധികം ഡോക്ടേഴ്സ് ഉണ്ട്, ഇത്രയധികം എഞ്ചിനീയേഴ്സ് ഉണ്ട്, കുറേ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ മെഡിസിനെ പറ്റി അതിനൊരു മെഡിസിൻ ഉണ്ടാക്കിയെടുക്കാനോ നമ്മൾ ഒരുപാട് സമയമെടുത്തു. അത് നമ്മുടെ ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ വെസ്റ്റേൺ കൺട്രീസ് മൊത്തം റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ജപ്പാൻ. ഓക്കെ, അപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബേസിക് കോഴ്സസ്, ദാറ്റ് ഈസ് ഡിഗ്രി കോഴ്സസ് എന്ന് പറയുന്ന സോ കോൾഡ് കോഴ്സസ് ചെയ്യുവാണെങ്കിൽ അത് റിസർച്ച് ലെവലിലോട്ടൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, നല്ലൊരു കരിയർ ഓപ്ഷനാണ് ഭാവിയിൽ നിങ്ങൾക്ക്. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കാലത്തിലേക്ക് നല്ലൊരു കരിയർ ഓപ്ഷനാണ്. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. അപ്പോൾ ഈ ഫീൽഡിൽ, അതായത് പൊളിമർ കെമിസ്ട്രിയിലൊക്കെ PhD ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ലെവലിലോട്ട് പോകുന്ന ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് ആണ്. CUET തരുന്നത് ഡിഗ്രി കോഴ്സസിലോട്ടുള്ള അഡ്മിഷനാണ്. ഓക്കെ, ഡിഗ്രി കോഴ്സസ് എന്ന് പറഞ്ഞാൽ BSc ഓർ ഇൻ്റഗ്രേറ്റഡ് MSc, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പോലെയുള്ള ലൈക്ക് ആർട്സ് സബ്ജക്ട്സും ഒക്കെ ഉണ്ട്.
അതിലോട്ടുള്ള അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഇന്ത്യയിലെ 51ഓളം യൂണിവേഴ്സിറ്റികൾ, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഈസ് ഐക്കർ പോലെയുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും ഇതിൻ്റെ ഇടയിലാണ്, CUT-യുടെ കീഴിലാണ് എന്നറിയണം. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് അറിയാം, ഐക്കർ. പണ്ട് ഐക്കർ എക്സാം ആയിരുന്നു. BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ പോലെയുള്ള ഏകദേശം ഒരു 12ഓളം കോഴ്സസിലോട്ട് അഡ്മിഷൻസ് നടത്തുന്നത് ഏത് വഴി തന്നെയാണ്? ഇപ്പോൾ ഏതിൻ്റെ കീഴിൽ തന്നെയാണ്? CUT-യുടെ കീഴിൽ തന്നെയാണ്. അപ്പോൾ CUT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഓക്കെ, അത് എഴുതണം, അത് അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഏകദേശം 51ഓളം എന്താ പറയുക യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് ഏകദേശം 31ഓളം ഡൊമൈൻ സബ്ജക്ട്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 5 എണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, 5 സബ്ജക്ട്സ് ആണ് ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ യൂണിവേഴ്സിറ്റി അല്ല ചൂസ് ചെയ്യേണ്ടത്. ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് എക്സാം. CUT എന്ന് പറയുന്ന എക്സാം നിങ്ങൾ എഴുതുന്നു, എന്നിട്ട് അതിൻ്റെ സ്കോർ കാർഡ് വരുന്നു. ഈ സ്കോർ കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം. അല്ലാതെ CUT-യിൽ CUT-യുടെ സ്കോർ വെച്ച് വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ആ എക്സാം എഴുതി അതിൻ്റെ മാർക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും അപ്ലൈ ചെയ്യണം, യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യണം. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഈ കോഴ്സ് സെലക്ട് ചെയ്യാം, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇപ്പം ഇല്ലെങ്കിൽ പിന്നീട് ചെയ്താൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, അതായത് CUT-യുടെ കേസസിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ +2-ൽ അത് പഠിക്കണമെന്നോ പഠിക്കണ്ടെന്നോ എന്നും CUT-ക്കാർ പറയുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റീസ് പറയുന്നുണ്ട് നിങ്ങൾ +2-ൽ പഠിക്കുന്ന കോഴ്സ് സബ്ജക്ട്സ് ഓറിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്ട് റിക്വയർമെൻ്റ് ഉള്ള കോഴ്സസിന് മാത്രമേ നിങ്ങൾക്ക് ഈ CUT സ്കോറിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ തരാം സാർ. ഇപ്പോൾ ഇതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് അഡ്മിഷൻ ടെസ്റ്റ്, അതിൻ്റെ സൈറ്റ്. ആ സൈറ്റ് നമുക്ക് എടുക്കുമ്പോൾ എന്തിലോട്ട് പോകും? യെസ്, ഇതാണ് ആപ്ലിക്കേഷൻ. ഞാൻ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നില്ല, ഞാൻ യൂണിവേഴ്സിറ്റീസ് ഒന്ന് കാണിച്ചു തരാം. യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റീസിൽ കണ്ടോ, ഈ താഴെ കാണുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാം കണ്ടോ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിലാണ് ആക്ച്വലി എന്ത് വരിക? ഐക്കർ വരിക. അത് വേണ്ട, ഐക്കർ വരിക. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം സപ്പോസ് എനിക്ക് ഇതിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, മധ്യപ്രദേശിലുള്ളതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഞാൻ കെമിസ്ട്രിക്കാരനായതുകൊണ്ട് എനിക്ക് BSc കെമിസ്ട്രി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. BSc കെമിസ്ട്രി താഴെ എവിടെയെങ്കിലും ഉണ്ടാവും. യെസ്, BSc കെമിസ്ട്രി. യെസ്, BSc കെമിസ്ട്രി പഠിക്കണം എന്ന് വിചാരിക്കാം. അതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടോ, അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പേപ്പർ എഴുതിയിട്ടുണ്ടാവണം, ആൻഡ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയിട്ടുണ്ടാവണം. അത് ബയോളജിയാണ്, അല്ലെങ്കിൽ ബയോടെക്നോളജി, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി, അല്ലെങ്കിൽ കോർ മാത്സ്, അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ്. അതായത് CUT-യുടെ 5 കോഴ്സസ്, 5 എക്സാംസ് നിങ്ങൾ സെലക്ട് ചെയ്യണം. 5 പേപ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിൽ ഒരെണ്ണം കെമിസ്ട്രി ഉണ്ടാവണം, ദെൻ ഒരെണ്ണം ബയോളജിയോ അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റഡീസോ കോർ മാത്തമാറ്റിക്സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവണം. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായെങ്കിൽ ടാറ്റാ നീ. യെസ്, ഈ രീതിയിലാണ് സെലക്ഷൻ. അപ്പോൾ സാർ ഇത് കളയാം. ഓക്കെ, വേണ്ട, ഐക്കർ കൂടെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഐക്കർ ആണെങ്കിൽ ഐക്കറിന്റെ ബാക്കിലോട്ട് താഴെ ബാക്കിലോട്ട് അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ദേ കിടക്കുന്നത് കണ്ടോ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കിടക്കുന്നത്. ഓക്കെ, ഇതിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതിന്റെ കണ്ടീഷൻസ് ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻസ് കണ്ടോ, നിങ്ങൾ അഗ്രികൾച്ചറോ ബയോളജിയോ ബയോളജിക്കൽ സയൻസോ ബയോടെക്നോളജിയോ ദെൻ കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ്, ഫിസിക്സ്, ഇത്രയുമാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ പഠിക്കണം എന്ന് നിർബന്ധമില്ല, ബയോളജി ആവാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കിടപ്പുവശം. അപ്പോൾ ഇനി ഇത് കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ 5 സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ, എൻ്റെ ഒരു സജഷനാണ്, ഒന്ന് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, രണ്ടാമത്തത് ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് സെലക്ട് ചെയ്യുക, ദെൻ 3 സബ്ജക്ട്സ് സെലക്ട് ചെയ്യാം, കോർ സബ്ജക്ട്സ് സെലക്ട് ചെയ്യുക, ഡൊമൈൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 3 സബ്ജക്ട്സ് എങ്ങനെ സെലക്ട് ചെയ്യാം? നിങ്ങൾ എന്താ പറയുക, ബയോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലോട്ട് പോവുകയാണെങ്കിൽ PCB എടുക്കുക, ഫിസിക്സ് ഓർ മാത്സ് ഓറിയന്റഡ് ആണെങ്കിൽ PCM എടുക്കുക. ഇതാണ് നിങ്ങളുടെ റിക്വയർമെന്റ് എങ്കിൽ, ഇങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയോ അല്ലെങ്കിൽ കോഴ്സസിനെ പറ്റിയോ ഒരു ധാരണയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തിലോട്ട് എത്താൻ പറ്റും? നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ സ്കോർ കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ബയോടെക്നോളജി പഠിക്കണം, അല്ലെങ്കിൽ BSc കെമിസ്ട്രി പഠിക്കണം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കണം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന യൂണിവേഴ്സിറ്റി ലിസ്റ്റുകൾ എടുക്കുക. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കുക. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും പോകണ്ട, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കുക. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എവിടെയൊക്കെ ഏതൊക്കെയാണ് നല്ലത് എന്ന് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുടെ റിക്വയർമെന്റ് ഇതുപോലെ PDF ആയിട്ട് കിടപ്പുണ്ടാവും. ഏതൊക്കെ കോഴ്സസ്, ഏതൊക്കെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം, അവരുടെ റിക്വയർമെന്റ് എന്താണ്, അത് അവിടെ ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. സാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പഠിച്ചിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ VIT, SRM പോലെയുള്ള, മണിപ്പാൽ പോലെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് പേര് അഡ്മിഷൻ എൻട്രൻസ് വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോ എഴുതിക്കോ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്, ഞാൻ പ്രിഫർ ചെയ്യില്ല. ഗോ ഫോർ എ ഗവൺമെന്റ് കോളേജ് എപ്പോഴും. ഓക്കെ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ഗ്രേഡ് മാറുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അവിടെയുള്ള സബ്ജക്റ്റ്, അപ്പൊ കേരളത്തിൽ ഡിഗ്രി പഠിച്ചാൽ പോരെ, എന്തിനാ അവിടെ പഠിക്കുന്നേ? അവിടെ പഠിച്ചാൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, അവിടെ കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനുശേഷം നിങ്ങളുടെ ഓപ്ഷൻസ് കൂടും. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തിലോട്ട് പോകണം, ഒരു റിസർച്ച് ഫീൽഡിലോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ ഫെലോഷിപ്സ് വരും. ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്സ്, അതുപോലെ തന്നെ മേരി ക്യൂറി ഫെലോഷിപ്സ്, അതുപോലെ മെക്സ്റ്റ് എന്ന് പറയുന്ന ജപ്പാൻ ഗവൺമെന്റ് തരുന്ന സ്കോളർഷിപ്സ്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളൊരു കവർ ലെറ്റർ സെൻഡ് ചെയ്യണം. ആ കവർ ലെറ്ററിൽ നമ്മൾ ഡിഗ്രിക്കും PGക്കും ചെയ്ത പ്രൊജക്ട്സ് ആണ് വെക്കുക. ആ പ്രൊജക്ട്സിന് നമ്മളെ ഗൈഡ് ചെയ്ത ഗൈഡിന്റെ പേരാണ് വെക്കുക. ഇതൊക്കെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ അവിടുത്തെ ടോപ്പ് മോസ്റ്റ് പ്രൊഫസേഴ്സ് ആണ് നമ്മുടെ കവർ ലെറ്റർ വരുന്നതെങ്കിൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടും. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചു പോയ പല കുട്ടികളും ഈ ഇറാസ്മസ് മുണ്ടസ് ഒക്കെ കിട്ടി ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്കില്ലല്ല, നമുക്കിതിനെ പറ്റി അവയർനെസ് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു മേഖല പ്രശ്നം. ഓക്കെ, സോ ഇതിനൊക്കെ പറ്റി താല്പര്യമുണ്ടെങ്കിൽ ബേസിക്കലി ഈ സാധനത്തിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, ഒരു അവയർനെസ് തന്നു എന്ന് മാത്രം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഇനി പറഞ്ഞാൽ എൻ്റെ സമയം പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ അല്ലേ? യെസ്. സോ ഓക്കെ, NDA എക്സാംസ് ഞാൻ വേറെ ദിവസം പറയാടാ. ഏജ് ലിമിറ്റ് 17.5 അല്ലേ? 17.5യോ 18.5യോ ആണ്? 17.5 18.5 16 to 19 ആണോ? 16 to 18 ആണോന്ന് ഓർമ്മയില്ല. ഓക്കെ, യെസ്. DU സെൻട്രൽ യൂണിവേഴ്സിറ്റി നല്ലതാണ്. ഓക്കെ, സെൻട്രൽ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് DU എങ്കിൽ ഉദ്ദേശിച്ചതെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അവിടെ BTech കോഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, SRM VIT ഒന്നും ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അത് ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് കൊണ്ടു നടക്കരുത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെയൊക്കെ ചെയ്യാം. ഓക്കെ, പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യില്ല. VIT ആണെങ്കിലും SRM ആണെങ്കിലും മണിപ്പാലാണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യില്ല. ഓക്കെ, യെസ്. ഞാൻ പേഴ്സണലി, അതെൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ, നിങ്ങൾക്കല്ല. ഓക്കെ, നമ്മുടെ കഥയിലോട്ട് പോകാം. വാ. യെസ്, കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഷെയർ ആക്കിയതാൽ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിൽ വേഗം ഒന്ന് ഓറിയന്റ് ചെയ്ത് പറഞ്ഞതാണ്. 30 ലാസ്റ്റ് ഡേറ്റ്, നോക്കിയും കണ്ടും വേഗം അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, GMains സെക്കൻഡ് സെഷൻ എവിടെയാ, ഏപ്രിലോ മറ്റോ വരും, അത് എഴുതുക. ഏപ്രിൽ ലാസ്റ്റാന്ന് തോന്നുന്നു, ലാസ്റ്റ് വരും, എഴുതുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ സാർ, 10ാമത്തെ ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ തരപ്പം. 10 അല്ല, 11ാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, ഇത് ചെയ്തതാ. യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതണം. ഓക്കെ, ഇത് ആക്ച്വലി നീറ്റിന് അല്ല GMains മറ്റോ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ കണ്ടന്റ് ആണ് ഇത്. ചെയ്തിട്ട് ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം, വേഗം. സാർ ഇപ്പം +2 കഴിയട്ടെ, +2 കഴിഞ്ഞിട്ട് ആലോചിക്കാം, അങ്ങനെ വിചാരിക്കരുത്. സമയം പോവും, നമ്മുടെ വർഷം പോവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ,
ഇപ്പം നിങ്ങൾ എക്സാമിൻ്റെയും ലാബിൻ്റെയും ഒക്കെ തിരക്കിലാവുമ്പോൾ ഇതൊക്കെ ഇത് വിട്ടുപോകും, സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ വിട്ടുപോയതുകൊണ്ടാണ് ഞങ്ങളുടെ വർഷങ്ങൾ പലതും പോയത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതെ, ആ കണ്ണീര് തുടച്ചിട്ട് പറയുന്നൊക്കെ. പക്ഷേ എടാ, ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്, വളരെ സുഖമാണ്. എന്ത് സാധനം പറ്റിയും ഒന്ന് മെനക്കെട്ടിരുന്നാൽ ഡാറ്റ കിട്ടും. പക്ഷെ നിങ്ങൾ മെനക്കെടൂല, അതാണ് പ്രശ്നം. NDA നോക്കിയിട്ട് പറയടാ. NDA പ്രത്യേകിച്ച് ഒന്നുമില്ല. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എക്സാം, അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു എന്ന് അറിയില്ല. എന്താ പറയുക, എയർഫോഴ്സിലോട്ടും അതുപോലെ തന്നെ നേവിയിലോട്ടും അതുപോലെ ഡിഫൻസിൻ്റെ ഓഫീസർ ലെവൽ പോസ്റ്റിലോട്ടാണ് നമുക്ക് എന്തുണ്ടാവുക, എൻട്രി ഉണ്ടാവുക. അവിടെ നിങ്ങൾ മെയിൻലി പഠിക്കുന്നത് BTech ആയിരിക്കും. ഓക്കെ, 4 ഇയർ കോഴ്സ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലാണ് നിങ്ങൾ പഠിക്കുക. എക്സാം അത്യാവശ്യം നല്ല ടഫാണ്. അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. പക്ഷേ അത് BTech ഓറിയൻറ്റഡ് ആണ്, ലൈക്ക് ടെക്നിക്കലാണ് എന്ന് മാത്രം. നല്ല ലെവലുണ്ട്, കോമ്പറ്റീഷൻ ലെവലുമുള്ള. ഓക്കെ എടാ, ഈ ഡാറ്റ പതുക്കെ വെറുതെ റഫായിട്ട് വരച്ച് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. യെസ്, കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ ഡാറ്റ നീ. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞു സാധാരണ നിങ്ങൾക്ക് SO2CL2ൻ്റെ ഒരു തെർമൽ ഡീകമ്പോസിഷൻ ക്വസ്റ്റൻ ആണ് തരിക. ഇത് കുറച്ചുകൂടെ ഹയർ ലെവലാണ്. നമുക്ക് ലെവൽ കൂടുതലുള്ളത് പഠിച്ചിട്ട് താഴോട്ട് പോവാം. ഓക്കെ, നോക്കടാ. N2O5 ഡീകമ്പോസ് ചെയ്ത് N2O4ഉം O2 ആവുന്നു. ഇത് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ 0 ടൈമിലുള്ള പ്രഷർ, ടോട്ടൽ പ്രഷർ ആണ് തന്നിട്ടുള്ളത് 0.5 ആണ്. 100 സെക്കൻഡ്സിൽ അവിടെ ഉള്ള പ്രഷർ തന്നിട്ടുണ്ട്. ടോട്ടൽ പ്രഷറാണ് വീണ്ടും തന്നിരിക്കുന്നത് 0.512 ആണ്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. മക്കളെ, ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും റൂട്ട് സെയിം ആണ്. ഇതൊരു മാത്സിൽ പ്രോബ്ലം ചെയ്യുന്ന പോലെയാണ്, ഇതിന്റെ സ്റ്റെപ്സ് സെയിം ആണ്. ഓക്കെ, ഈ ഒരു ഐഡിയ ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, വായോ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ റിയാക്ഷൻ. ഓക്കെ, സോ റിയാക്ഷൻ എന്തായിരുന്നു? 2N2O5 അല്ലേ? 2N2O5 decomposes to form 2N2O4 plus O2. എല്ലാം ഗ്യാസസ് ആണ്, എന്നാൽ മാത്രമേ പ്രഷർ എന്ന് പറയുന്ന ഫാക്ടർ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഗ്യാസ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? T is equal to 0. ഓക്കെ, ടൈം T is equal to 0 ആണെന്ന് വിചാരിക്കാം. അവിടുത്തെ ടോട്ടൽ പ്രഷർ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, ടൈം T is equal to 0 എന്ന് പറയുമ്പോൾ ഇവിടെ റിയാക്ടൻസ് മാത്രമേ അല്ലേ ഉണ്ടാവുള്ളൂ, പ്രൊഡക്ട്സ് ഉണ്ടാവില്ലെങ്കിൽ ടാറ്റതാ. യെസ്, അപ്പൊ അവിടെയുള്ള എല്ലാ പ്രഷറും അപ്ലൈ ചെയ്യുന്നത് എന്തിൽ മാത്രമായിരിക്കും? നമ്മുടെ റിയാക്ടന്റിൽ മാത്രമായിരിക്കും. അപ്പൊ ആ റിയാക്ടന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ ഞാൻ P ഇനീഷ്യൽ എന്ന അർത്ഥത്തിൽ PI എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഇത് തന്നെയായിരിക്കും ടോട്ടൽ പ്രഷർ. PI ഇനീഷ്യൽ പ്രഷർ എന്നുള്ള ഐഡിയയിൽ PI എന്ന് കൊടുക്കുന്നു. ഇതിന്റെ മുകളിൽ പ്രൊഡക്റ്റ് ഇല്ല, സോ പ്രൊഡക്റ്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 0. ഇത് രണ്ടാമത്തെ പ്രൊഡക്റ്റ്, അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും 0. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ്, ഇനി അടുത്തത് മക്കളെ, തന്നിരിക്കുന്ന കണ്ടീഷൻ ടൈം T is equal to 100 seconds. ടൈം T equal to 100 seconds. 100 seconds ടൈമിൽ ഓക്കെ മക്കളെ, ഒരു പർട്ടിക്കുലർ ടൈമാണിത്. ഇവിടെ കുറച്ച് റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവുമെങ്കിൽ ടാറ്റതാ. യെസ്, അപ്പോ ഇത്ര പ്രഷർ, ഈ പ്രഷർ മൊത്തം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവോ? ഇല്ല, പ്രഷർ കുറച്ച് കുറയും. എത്രത്തോളം കുറയും എന്ന് ചോദിച്ചാൽ PI മൈനസ് 2x. എന്തുകൊണ്ടാ 2 കൊടുത്തേ? ഇവിടത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഏതാണോ അത് ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ, അത്രയും വെച്ചാണ് ഈ പറയുന്ന പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻ. ഓക്കെ, അതാണ് എക്സ്.
ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഏതാണോ അത് നമ്മൾ കൊടുത്തു. ഐഡിയ കിട്ടിയോ? കിട്ടിയാൽ ടാറ്റതാ. യെസ്, ഇവിടെ 3 മോൾസ് ആണെങ്കിൽ PI - 3x, ഇവിടെ 4 മോൾ ആണെങ്കിൽ PI - 4x, ഇവിടെ 1 മോൾ ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ PI - x. സെറ്റാണോ? സെറ്റാണെങ്കിൽ ടാറ്റ തന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ ഇത് 2 മോൾ ഉണ്ട്, ഇവിടെയുള്ള പ്രൊഡക്റ്റ് 2 മോൾ ഉണ്ട്. സോ ഇതിന്റെ മോളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 2x ആണ്. ഓക്കെ, എക്സ് എന്നെടുക്കരുത്, ഇത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. സോ ദാറ്റ് വിൽ ബി 2x. ഇവിടെ O2 1 മോൾ ആണ്. സോ ഇതിന്റെ മോളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ x. ഓക്കെ, PI - 2x 2x x. ഇത് സെറ്റാണോ? ഇത് ഓക്കെ ആണെങ്കിൽ ടാറ്റാന്ന്. യെസ്, ഇത് എഴുതാൻ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം കിട്ടി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കൺഫ്യൂസിങ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി സിമ്പിൾ ആണ് മക്കളെ. T = 0 നോക്കണം. ടൈം T = 0 ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് 0.5 ആണ് അല്ലെ. യെസ്, അപ്പോ നമുക്കത് ചെയ്യാം. at T = 0, at T = 0 ടോട്ടൽ പ്രഷർ, അതിനെ PT എന്ന് കൊടുക്കുന്നു. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു എന്താടാ? PI + 0 + 0, PI + 0 + 0. അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 0.5 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കിട്ടിയോ? ഈ ഐഡിയ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തെറ്റതാ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. PI = 0.5. ഓക്കെ, PI എന്ന് പറയുന്നത് 0.5 ആണെന്ന് കിട്ടി. ഓക്കെ, PI എന്ന് പറഞ്ഞാൽ PT എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. സോ PI = 0.5 എന്ന് കിട്ടി. ഓക്കെ, ഒന്നാമത്തെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കാം. at T = ഓക്കെ, at T = 100 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കാം. at T = 100. at T = 100. ഓക്കെ, at T = 100 ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്, PT തന്നിട്ടുണ്ട്. ടോട്ടൽ പ്രഷർ ആണ്, ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.512 ആണ്. ഓക്കെ, നമുക്കത് എങ്ങനെ കൊടുക്കാം? PT = ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്താ? പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാ? ദാ റിയാക്ടന്റിന്റെ പ്രഷർ PI - 2x + 2x + x. ദാറ്റ് ഈസ് PI - 2x + 2x + x. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? യെസ്, 0.512 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ്, ദെൻ -2x കട്ട് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. PI + x = 0.512 ആണ്. PI എന്ന് പറയുന്നത് 0.5 ആണ്. സോ 0.5 + x = 0.512. ഓക്കെ, വേർ x is equal to എന്ന് എഴുതാം. 0.512 - 0.500 അങ്ങനെ കൊടുക്കാം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 0.012 എന്ന് വരും. എക്സിന്റെ വാല്യൂ 0.012 അല്ലേ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ നീ. യെസ്, ഓക്കെ, എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ, റേറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. പ്രഷർ തന്നാൽ റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള ഫോർമുലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2.303/T log എന്താണ്? PI/PT ആണ്. PI/PT. മക്കളെ, PI എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പ്രഷർ. PI എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പ്രഷർ. PT എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ അറ്റ് ടൈം T. T എന്ന് പറയുന്ന ടൈമിലുള്ള പ്രഷർ ആണ് എന്നത് പറയുന്നത് PT എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. ഓക്കെ, PT എന്ന് പറഞ്ഞാൽ ആര്? ശ്രദ്ധിക്കണം, PT എന്ന് പറഞ്ഞാൽ ആരാ? നോക്കടാ, ടൈം ടിയില് ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 100 ആണ്. ടൈം ടിയില് റിയാക്ടന്റിന്റെ പ്രഷർ, ടൈം ടിയില് റിയാക്ടന്റിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ PI - 2x അല്ലേ? ആണെങ്കിൽ ടാറ്റതാ. ഓക്കെ, റിയാക്ടന്റിന്റെ പ്രഷർ കേട്ടോ, തെറ്റിപ്പോരുത്. റിയാക്ടന്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഓക്കെ, നമ്മുടെ സാധാരണ ഇക്വേഷൻ എന്തായിരുന്നു? R0/R ആയിരുന്നു അല്ലെ? ഇനി കോൺസെൻട്രേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ റിയാക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അറ്റ് ടൈം T. അതുപോലെ തന്നെയാണ് ഇവിടെ ഇനീഷ്യൽ പ്രഷർ ഓൺ റിയാക്ടന്റ്
ഡിവൈഡഡ് ബൈ പ്രഷർ അപ്ലൈഡ് ഓൺ ദ റിയാക്ടൻസ് ഓൺ ടൈം ടി, അതാണ് പി ടി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി ഐ എന്തായിട്ട് എഴുതാം? പി ഐ എന്തായിട്ട് എഴുതാം? ഓക്കെ, പി ഐ ഈക്വൽ ടു എത്രയാണ്? ദാ പി ഐയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 0.5 ATM ആണ്. ഓക്കെ, പി ടി എന്ന് പറഞ്ഞാൽ ഓക്കെ അറ്റ് ടി ഈസ് ഈക്വൽ ടു 100 ആണ്. അറ്റ് 100 ഈക്വൽ ടു 100 സെക്കൻഡ് ആണ്. ഓക്കെ, അത് എന്തിനോട് ഈക്വൽ ആണ്? പി ഐ മൈനസ് 2x ഈക്വൽ ആണ്. പി ഐ മൈനസ് 2x ഈക്വൽ ആണ്. പി ഐ മൈനസ് 2x ഈക്വൽ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു പി ഐ എന്ന് പറഞ്ഞാൽ 0.5 ആണ്, മൈനസ് 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എത്രയാണ്? 0.012 ചെയ്തെടുത്താൽ എത്ര കിട്ടും? 0.5 മൈനസ് 2 ഇൻറ്റു 0.12, ദാറ്റ് ഈസ് 0.024. ഓക്കെ, യെസ്, കാണുന്നില്ല, 0.024. ഓക്കെ, that is PT is equal to ചെയ്തെടുത്താൽ എത്ര കിട്ടും? 0.500 മൈനസ് 0.024. ഓക്കെ, ചെയ്തെടുത്തേ. 500 നിന്ന് 20 കുറച്ചാൽ 480, 480 നിന്ന് 4 കുറച്ചാൽ 476. സോ ദാറ്റ് ഈസ് 0.476. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ്, ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. കഴിഞ്ഞു, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഈ സ്റ്റെപ്സിൽ ഇനി ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക, വാല്യൂ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചേ. അൻമരിയ ചോദിച്ചോടാ. എന്താടാ പി ടി? ഓക്കെ, നമ്മുടെ പി ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നോർമൽ ഇക്വേഷൻ എന്തായിരുന്നു? കെ ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് ആർ നോട്ട് ബൈ ആർ, അല്ലെ? ആർ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അറ്റ് ടൈം ടി, ശരിയല്ലേ? ഇവിടെ ഇക്വേഷൻ എന്താ? 2.303 ബൈ ടി ലോഗ് പി ഐ ബൈ പി ടി. പി ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓൺ റിയാക്ടന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ പി ടി എന്ന് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ മുകളിൽ ടി ഈക്വൽ ടു 100 അല്ലെങ്കിൽ ടി ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ ടൈമിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. ദാറ്റ് ഈസ് പി ഐ മൈനസ് 2x. ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സെയിം ഡൗട്ട് ആണെങ്കിൽ ഒന്ന് റീസെന്റ് ലോവർ ചെയ്യണേ. ഫിസ ചോദിച്ചോ. ഫിസ ചെക്കായി, കുഴപ്പമില്ല. ഇല്ല, വന്നു. ചോദിച്ചോ. So basically, in my notebook, we kind of did the same question. Okay. But then we used a different equation. So that is 2pi minus p0 minus 2pi minus pt, right? That's the equation, right? K is equal to 2.303 by t log 2pi divided by 2pi minus pt. Is that the equation? അല്ല, പിന്നെ ഏത് equation? pi minus ക്ലിയർ ആവുന്നില്ല മോള് പറയുന്നത് ക്ലിയർ ആവുന്നില്ലടാ. ഓക്കെ, എടാ വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റുമോ? യെസ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, എടാ ആ ഇക്വേഷനായിട്ട് പഠിക്കണ്ട, കണ്ടീഷൻസും അറിയാൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനറൽ ടേംസിലൂടെ പോകുന്നത്. ഓക്കെ ആണോ? അത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യാവുന്ന ഇക്വേഷൻ ആണ്. ഇത് ജനറൽ ആണ്, ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ വാല്യൂസ് എങ്ങനെ വന്നാലും, ഇപ്പൊ ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തരാം, അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഇത് തരാഞ്ഞത്. ഞാൻ കഴിഞ്ഞ വർഷം ആ ഷോർട്ട് കട്ടാണ് കൊടുത്തിരുന്നത്. ഓക്കെ ആണോ? യെസ്.
ഓക്കെ, ഒരു കാര്യം ചെയ്യും മോളെ, ഞാൻ ഇന്ന് ഹോംവർക്ക് തരും. ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ 2 രീതിയിലും സോൾവ് ചെയ്യാം. ആ 2 രീതിയിൽ സോൾവ് ചെയ്യുന്നതും പോയി നോക്കിയാൽ മതി. രണ്ടാമത്തെ രീതിയിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും മോള് പറഞ്ഞ രീതി. ഓക്കെ ആണോ? ശരി. ഓക്കെ, ഷെറിലെ വേഗം ചോദിച്ചോ. ടി, ടൈം ടി, അതാണ് 100. ആ, അത് 100 ആണ്, അത് 100 ആണ്. അങ്ങനെ ആവണമെന്നില്ലല്ലോ, ഏതെങ്കിലും ടൈം വേണമെങ്കിൽ ആവാലോ. നമ്മുടെ നോർമൽ ഈ ഇക്വേഷനിലായാലും ഈ ടി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ടി അല്ലേ, അല്ലാതെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അല്ലല്ലോ. അങ്ങനെ ആവാം, ആവാതിരിക്കാം. ഓക്കെ, നോക്കടാ, ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ടൈം. അത് റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആവാം. സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ല, റിയാക്ഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് അവിടെ പ്രോപ്പർലി പറയും. ഓക്കെ, ശരി. യെസ്, കഴിഞ്ഞോ? എടാ ഇത് കഴിഞ്ഞോ? ഈ സൈഡ് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ തെറ്റാന്ന്. യെസ്, ഇതിലെ ഫൈനൽ ആൻസർ വേണ്ട, ഫൈനൽ ആൻസർ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ക്വസ്റ്റ്യൻ ഇട്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ലെവൽ കൂടിയത് വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്ത് വരും? K is equal to ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.303 by 100 log PI എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 0.5 ആയിരുന്നു. 0.5 ഡിവൈഡഡ് ബൈ PT എന്ന് പറഞ്ഞാൽ 0.476 ആയിരുന്നു. ഓക്കെ, ഇതിന്റെ വാല്യൂ ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടില്ല, സോ കാൽക്കുലേറ്റർ വേണ്ടി വരും, അല്ലാതെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 4.98 into 10 raised to minus 4 second raised to minus 1. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ നീ. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റെപ്പ് വരെ എത്തിയാൽ മതി. ഓക്കെ, ഈ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നീറ്റിന്റെ ഒരു ക്വസ്റ്റനാണ് എടുത്തത്. സോ ഇതിന്റെ സൊല്യൂഷൻ വാല്യൂസ് ഒക്കെ തരും. ഈ 0.5ന്റെയും 0.476ന്റെയും വാല്യൂ തരും. സോ നിങ്ങൾക്ക് log a മൈനസ് log b വെച്ചിട്ട് സോൾവ് ചെയ്യാം. അത് വേണ്ട, എനിക്ക് ഈ ഐഡിയ കിട്ടിയാൽ മതി. അപ്പൊ ഇവിടെ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റിയാൽ മതി. ഫൈനൽ ആൻസർ എനിക്ക് ആവശ്യമില്ല. ഓക്കെ ആണോ? യെസ്. ഓക്കെ, ശ്രേയ ചോദിച്ചോടാ. അല്ല, റീസെന്റ് ചെയ്തില്ല നേരത്തെ. വാല്യൂസ് തരും. ഞാനിപ്പോ ഒരു റാൻഡം ക്വസ്റ്റ്യൻ, ഇത് നീറ്റിന്റെ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് CBSE ചോദിച്ച ചോദ്യമല്ല, നീറ്റിന്റെ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആണ് ഇതിന്റെ ഒരു ലെവൽ കൂടെ കയറ്റിയിട്ടാണ് നീറ്റിന് ചോദിച്ചേക്കുന്നത്. ഞാൻ നീറ്റിന്റെ ക്വസ്റ്റൻ ആണ് കോപ്പി പേസ്റ്റ് ചെയ്തത്. എക്സാമ്പിൾ സൈഡിലുണ്ട്. എടാ, നീറ്റ് ഈസ് ഓൾ അബൌട്ട് NCERT. NCERT ഫുൾ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്ലിയർ ചെയ്യാം. യെസ്, ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇന്ന് 2 ക്വസ്റ്റ്യൻ ഇതേ മെത്തേഡിൽ ചെയ്യും. സെയിം ക്വസ്റ്റൻ ആണോ വന്നേ? വന്ന ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇത് വേഗം എഴുതിയെടുത്തേ. ആ മെത്തേഡാണ് വേണ്ടത് കേട്ടോ. ആ മെത്തേഡാണ് പഠിച്ചു വെക്കേണ്ടത്. ഇക്വേഷൻ ഇട്ട് ചെയ്യാം. ഇതിന് ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. അതാണ് ഞാൻ ഫിസയോട് പറഞ്ഞത്. ആ ഇക്വേഷൻ വെച്ച് പഠിക്കരുത്, കാരണം അത് ചില കണ്ടീഷൻസിൽ വർക്ക് ആവില്ല. അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനെ വന്നാൽ ഈ ഇക്വേഷൻ അങ്ങനെയാണ്, അത് നമ്മൾ എൻട്രൻസിന് കൊടുക്കുന്നതാണ്. അത് വേണ്ട. യെസ്, ആരാണേ വേഗം ചോദിക്കി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ഉണ്ടായില്ലേ മോൻ? ഇവിടെ ഉണ്ടായില്ലേ? കത്തിയില്ല, വേണ്ട. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിൽ ചെയ്യും. അപ്പം നമുക്ക് സെറ്റാക്കാം. സെയിം പാറ്റേണിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, യെസ്. എടാ, ഇത് കഴിഞ്ഞോ? ഞാനിത് ഓൾറെഡി മാച്ചു, അതാ പ്രശ്നം. കഴിഞ്ഞെങ്കിൽ തെറ്റാന്ന്. യെസ്, ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നെ കളഞ്ഞോളൂ. ക്വസ്റ്റ്യൻ കൊടുക്കും. യെസ്, എന്നെ കളയാം.
കൊടുത്തു നോർത്ത്. എന്ത് പറ്റിയ ഡൗട്ടാണോ? എന്ത് പറ്റി ചോദിച്ചു? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വാല്യൂസിൽ വ്യത്യാസമില്ലേ? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഏത് ഇക്വേഷനാണ്? പ്രഷർ ഇൻറ്റു പി വി ഈക്വൽ ടു എൻ ആർ ടി, ലൈക്ക് അതിന്റെ പേര് എന്തായിരുന്നു? യെസ്, എവിടെയാണെങ്കിലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി ആവണ്ടേ? അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻ ചേഞ്ച് ചെയ്യില്ലേ? കണ്ടീഷൻ തരും, അതാണ് ഒരു ഐഡിയൽ ഇക്വേഷൻ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമുക്കിപ്പോൾ ആ കണ്ടീഷൻ അല്ലല്ലോ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ലൈക്ക് ഇപ്പോൾ ജിയുടെ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനിലാണ് അതൊക്കെ മാറ്റർ ആയിട്ട് വരുള്ളൂ. സി ബി എസ് സിയുടെ ക്വസ്റ്റ്യനിൽ എന്തായാലും അത് തന്നാലും തന്നില്ലെങ്കിലും വോളിയം കോൺസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ എടുത്തിട്ട് എഴുതി കഴിഞ്ഞോടാ? റിസാനെ കഴിഞ്ഞോടാ? എഴുതി കഴിഞ്ഞാ? എത്ര വലിയ ക്വസ്റ്റ്യൻ എത്ര പെട്ടെന്ന് കഴിഞ്ഞാ? ഓക്കെ, ഫസ്റ്റ് കേമൻ തന്നെ. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്യണേ. ഒറ്റയ്ക്ക് ചെയ്യൽ ഒന്ന് നിർത്തണേ. യെസ്, കഴിഞ്ഞെങ്കിൽ ഡാറ്റാന്ന് എഴുതി കഴിഞ്ഞെങ്കിൽ ഡാറ്റാന്ന്. യെസ്, കഴിഞ്ഞു. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ കളയാം. ഒരു മിനിറ്റ്. യെസ്, കൺസിഡർ ദ ഫോളോയിങ് ഫസ്റ്റ് ഓർഡർ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് SO2Cl2 അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, തെർമൽ ഡീകമ്പോസിഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. മക്കളെ സ്ഥിരമായി ഒരു 2017 മുതൽ ഇതേ ഇക്വേഷൻ തന്നെയാണ് ചോദിക്കാറ്. ഓക്കെ, SO2Cl2ന്റെ ഡീകമ്പോസിഷൻ തന്നെയാണ് ചോദിക്കാറ്, മാറ്റി ചോദിക്കാറില്ല. ഓക്കെ, ഈ വർഷം എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ വേറെ ഇക്വേഷൻസ് ആണ് വരിക. അതായത് കോഎഫിഷ്യൻസ് 1 അല്ലാത്ത ഇക്വേഷൻ ആണ് വരാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നത് കേട്ടോ. ഓക്കെ, കാലാകാലങ്ങളായി സി ബി എസ് സിക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ആണിത്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മാറ്റി ചോദിക്കാം ഇക്വലം. ഓക്കെ, അതിനുള്ളൊരു പോസിബിൾ വേ ആണ് ആ ക്വസ്റ്റ്യൻ. ഇഫ് ദ ടോട്ടൽ പ്രഷർ ഓഫ് ഗ്യാസസ് ഈസ് ഫൗണ്ട് ടു ബി 200 torr ആഫ്റ്റർ 10 seconds. ഓക്കെ, 10 സെക്കൻഡ്സിന് ശേഷമുള്ള ടോട്ടൽ പ്രഷർ ATM ലല്ല ടോറിലാണ് തന്നിരിക്കുന്നത്. 200 torr ആണ്. ആൻഡ് 300 torr upon the completion of അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ ഓഫ് SO2Cl2. റിയാക്ഷൻ കഴിയുമ്പോൾ ഉള്ള ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് 300 torr ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ്. ലോഗ് 3യുടെയും ലോഗ് 2ന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ ടാറ്റ. യെസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ അതുപോലെ തന്നെ പകർത്തി എഴുതുക. ദാറ്റ് ഈസ് SO2Cl2 ഡീകമ്പോസസ് ടു ഫോം ഗ്യാസ് ആണ്. ഡീകമ്പോസസ് ടു ഫോം SO2 പ്ലസ് Cl2, രണ്ടും ഗ്യാസ് ആണ്. ഓക്കെ, ടേബിൾ വരയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ വരയ്ക്കണം. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ T=0 കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, ടൈം T=0 ആണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രഷർ ആണ് PI. ഓക്കെ, അതായത് ടോട്ടൽ പ്രഷർ മൊത്തം എവിടെ തന്നെ അപ്ലൈ ചെയ്യും? എൻ്റെ റിയാക്ടന്റ് സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു PI. പ്രൊഡക്റ്റ് രണ്ടും ഇല്ല, അപ്പൊ അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 0 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ,
ഇനി രണ്ടാമത്തത് അറ്റ് ടി ഈക്വൽ ടു 0 തന്നിട്ടുണ്ട് അല്ലേ, അറ്റ് ടി ഈക്വൽ ടു ടൈം 10 സെക്കൻഡ്സ്. യെസ്, ടി ഈക്വൽ ടു 10 സെക്കൻഡ്സ് ആവുമ്പോൾ ഓക്കെ, റിയാക്ടറിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എഴുതാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരാൾ പറയാൻ പറ്റൂ എന്ത് വരും ഇവിടെ? ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ എന്ത് വരും? യെസ്, ആരെ വിളിക്കാം? യെസ്, ഷെർലിൻ പറഞ്ഞു. എന്ത് വരും? പി ഐ മൈനസ് എക്സ്. ഞാൻ പറഞ്ഞു ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്, സോ അതുകൊണ്ട് പി ഐ മൈനസ് എക്സ്. ഇവിടെ കോഎഫിഷ്യന്റ് 2 ആണെങ്കിൽ പി ഐ മൈനസ് 2 എക്സ്. ഇവിടെ കോഎഫിഷ്യന്റ് 3 ആണെങ്കിൽ പി ഐ മൈനസ് 3 എക്സ്. ഇതാണ് അവിടുത്തെ ഐഡിയ. ഓക്കെ, ദെൻ ഇനി ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും കോഎഫിഷ്യന്റ് ബേസിസിലായിരിക്കും. ഇവിടെ SO2ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, സോ ദാറ്റ് വിൽ ബി എക്സ്. ഇവിടെ ക്ലോറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, സോ ദാറ്റ് വിൽ ബി ഓൾസോ എക്സ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തെറ്റതാ. ഇപ്പൊ ഇവിടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 2Cl2 എന്ന് വന്നാൽ ഇവിടെ 2 എന്ന് കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ, 3 എന്ന് വന്നാൽ ഇവിടെ 3x എന്ന് കൊടുക്കേണ്ടി വന്നേനെ. ഇതാണ് അവിടുത്തെ ഐഡിയ. ഇനി ഓൺ കംപ്ലീഷൻ മൂന്നാമത്തെ വേറൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. ഓൺ കംപ്ലീഷൻ അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഓൺ കംപ്ലീഷൻ. മക്കളെ ശ്രദ്ധിച്ചേ, SO2Cl2 മൊത്തമായി ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞു, റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ റിയാക്ടന്റ് ഉണ്ടാവില്ലല്ലോ. ആണെങ്കിൽ തെറ്റതാ, റിയാക്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, യെസ്. ഇനി അവിടെയുള്ള പ്രഷർ നമ്മുടെ ഇനീഷ്യൽ പ്രഷർ തന്നെയായിരിക്കും. ആ ഇനീഷ്യൽ പ്രഷർ ഈ രണ്ട് പേരിലും ഈക്വലി ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഈക്വലി അപ്ലൈ ചെയ്യും. സോ ദിസ് വിൽ ബി പി ഐ, ദിസ് വിൽ ബി ഓൾസോ പി ഐ. ഈ ഐഡിയ കിട്ടിയോ? ഈ ഐഡിയ കിട്ടിയെങ്കിൽ തെറ്റാണ്. യെസ്, ഓക്കെ. നേരത്തെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രഷറും, ടോട്ടൽ പ്രഷറും ഇനീഷ്യൽ പ്രഷറും സെയിം തന്നെയാണ്. അത് മൊത്തം റിയാക്ടന്റിൽ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ റിയാക്ടന്റിൽ സപ്ലൈ ചെയ്തു. പ്രൊഡക്റ്റുകളില്ല, അപ്പൊ അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 0. ഇനി ഓൺ കംപ്ലീഷൻ ഇയാൾ മൊത്തം ഡീകമ്പോസ് ചെയ്ത SO2ഉം Cl2ഉം ആയി കഴിഞ്ഞാൽ ഓക്കെ, അവിടെ റിയാക്ടന്റ് ഇല്ല, അപ്പോ റിയാക്ടന്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ 0. ഇനി അവിടെ രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ട്, ആ രണ്ട് പ്രൊഡക്റ്റിലും അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? പി ഐ തന്നെയായിരിക്കും. ഈ സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തെറ്റതാ. യെസ്, ഇത് ഓക്കെ ആണെങ്കിൽ ആൻസർ നമുക്ക് ദാ കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഏതൊക്കെ കണ്ടീഷൻസ് തന്നിട്ടുള്ളത്? ആഫ്റ്റർ 10 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. യെസ്, എടാ ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ ആദ്യം എടുക്കാം. ഓക്കെ, upon complete decomposition the total pressure is 300 torr എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 300 torr upon complete decomposition of SO2Cl2. ഓക്കെ, SO2Cl2 കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ നടത്തിയാൽ ടോട്ടൽ പ്രഷർ PT തന്നിട്ടുണ്ട്. അപ്പോ ഈ കണ്ടീഷനിലെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് പി ഐ അല്ലേ? ആണെങ്കിൽ തെറ്റതാ. ഓക്കെ, ഓൺ കംപ്ലീഷൻ ആണ് കേട്ടോ, അത് ഓൺ കംപ്ലീഷൻ. ഓക്കെ, ആ പ്രഷർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആ പ്രഷർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 300 ടോർ ആണെന്ന് തന്നിട്ടുണ്ട്. 300 ടോർ. ഓക്കെ, ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല. സോ ദാറ്റ് ഈസ് പി ഐ പ്ലസ് പി ഐ. 2pi is equal to 300. pi is equal to 300 by 2, that is equal to 150 ടോർ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തെറ്റതാ. യെസ്, അവിടെ വരെ ഓക്കെ. യെസ്, പി ഐ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? നേരത്തെ ചെയ്ത പോലെ എക്സ് കൂടെ കിട്ടണം. എക്സ് കൂടെ കിട്ടിയാൽ പണി കഴിക്കും. ഓക്കെ, എക്സ് കിട്ടാനുള്ള മാർഗം വാ, നമുക്ക് ടി ഈക്വൽ ടു 10 സെക്കൻഡ് കൊടുക്കാം. അറ്റ് ടി ഈക്വൽ ടു 10 സെക്കൻഡ്. ഓക്കെ, ടോട്ടൽ പ്രഷർ പി ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? പി ഐ മൈനസ് എക്സ് പ്ലസ് എക്സ്. ശരിയല്ലേ? പി ഐ മൈനസ് എക്സ് പ്ലസ് എക്സ്. ഓക്കെ, മൈനസ് എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് പി ഐ പ്ലസ് എക്സ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ അറ്റ് ടൈം ടി ഈക്വൽ ടു 0 എത്രയാണ് തന്നിരിക്കുന്നത്? 200 ടോർ അല്ലേ? ആണെങ്കിൽ ഡാറ്റാ നീ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 200 ടോർ 200. ഓക്കെ, പി ഐയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 150 ആണ്. സോ 150 യെസ്. ഓക്കെ, 150 plus x equal to 200. So that is x is equal to, okay, sir, ഒരു പെൻ ഒന്ന് സെറ്റ് ആക്കി.
യെസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 200 മൈനസ് 150, ദാറ്റ് ഈസ് ഈക്വൽ ടു 50. എക്സിന്റെ വാല്യൂയും കിട്ടി. ഇത് 150. ഓക്കെ ആണോടാ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തെറ്റാന്നേ, എക്സിന്റെ വാല്യൂ കിട്ടി. യെസ്. ഇനി സിമ്പിൾ ആണ്. ഇനി എന്ത് ഇക്വേഷൻ കൊടുക്കാം? ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ? കെയുടെ വാല്യൂ അല്ലേ കാണേണ്ടത്? കെയുടെ വാല്യൂ അല്ലേ, റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ വേണ്ടത്? റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു 2.303 by t log okay pi by pt. ഓക്കെ, പി ടി എന്ന് പറഞ്ഞാൽ എന്താ? പി ടി ഈക്വൽ ടു pressure on reactants at t is equal to 0 അല്ല, t equal to 10 എന്നല്ലേ? യെസ്, t equal to 10. ഓക്കെ, അതെത്രയാ? which is equal to pi minus x. ഓക്കെ, pi minus x. pi യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്തു. എത്രയാണ് pi? എത്രയാ? 150 ആണ്. 150 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 50, which is equal to 100. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k is equal to 2.303 by ടിയുടെ വാല്യൂ 10 ആണ്. 10 log pi നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. pi 150 by 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്യാം. 3/2 ആണത്. സോ 2.303 by 10 log 3/2 എന്ന് വരും. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. log 3യുടെയും log 2ന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ചെയ്തെടുക്ക്. നേരത്തെ ഡൗട്ട് ചോദിച്ച ആള് റൈസ് ഹാൻഡ് ചെയ്യാടാ. നേരത്തെ ഡൗട്ട് ചോദിച്ച ആള് ആരായിരുന്നു? ആരോണേ സെറ്റായോ? ഇനി ചോദിച്ചോ, ഇതിൽ ചോദിച്ചോ, ഞാൻ മാറ്റുന്നതിന് മുമ്പ് ചോദിച്ചോ. എന്താ കൺഫ്യൂഷൻ? കേട്ടില്ല. എന്താടാ? എന്താ t equal to 10 seconds. Yes. ഇല്ല, ഞാൻ സെയിം ഡൗട്ടാണ് നേരത്തെ പറഞ്ഞ ക്ലിയർ ചെയ്തേ. മക്കളെ, ഞാൻ ഇവിടെ എഴുതിയത് t equal to 10 secondsൽ കുറച്ച് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി ഉണ്ടാവുമല്ലോ. അപ്പോ ടോട്ടൽ പ്രഷർ, ഇപ്പൊ ടോട്ടൽ പ്രഷർ 100 ആണെങ്കിൽ ആ ടോട്ടൽ പ്രഷർ മൊത്തം ഇവിടെ അപ്ലൈ ചെയ്യില്ല. കാരണം റിയാക്ടന്റ് എന്തായി മാറി? കുറച്ചൊക്കെ പ്രൊഡക്റ്റ് ആയി മാറി. അത് കിട്ടാനായി അപ്പോ ഇവിടെ റിയാക്ടന്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി ഐ മൈനസ് എക്സ് ആണ്. റിയാക്ടന്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി ഐ മൈനസ് എക്സ് ആണ്. ഈ എക്സ് എവിടെ നിന്നാ കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണ്. എത്രയോ കുറഞ്ഞു, ആ വാല്യൂ ആണ് എക്സ്. ഓക്കെ, ആ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ ഡിപെൻഡ് ചെയ്യും. ഇവിടെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ടാണ് എക്സ് എന്ന് വന്നത്. ഇവിടുത്തെ കോഎഫിഷ്യന്റ് 2 ആണെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? 2x എന്ന് വന്നേനെ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ സോൾവ് ചെയ്തു. ഈ സ്റ്റെപ്സിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ? k is equal to 2.303 by t log pi by pt ആണ്. pi എന്ന് പറഞ്ഞാൽ ഞാൻ ഇനീഷ്യലി അപ്ലൈ ചെയ്ത പ്രഷർ, ഈ pi. ഓക്കെ, അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. 150 ടോർ ആണ്. ഓക്കെ, പി ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കുന്ന ടൈം. ഓക്കെ, ആ ടൈമിൽ എൻ്റെ റിയാക്ടന്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. റിയാക്ടന്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി ഐ മൈനസ് എക്സ് ആണ്. സെറ്റായോ? അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, സെയിം ഡൗട്ടാണ് സെയിം ക്വസ്റ്റ്യനിൽ മോള് ചോദിച്ചത്. നേരത്തെ ദിവസം ആൻമരിയ ചോദിച്ചത്. ഓക്കെ, യെസ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. മക്കളെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങളുടെ ബോർഡ്സിന്. അതുകൊണ്ടാണ് 2 ക്വസ്റ്റ്യൻ ചെയ്തത് കേട്ടോ. ഓക്കെ, എൻ്റെ ആകെ ഒരു പ്രഡിക്ഷനാണ്, ഇത് വരുമെന്ന്. ഇത് വരുന്ന പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചോദ്യം സെയിം ഇത് വരില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ.
ഞാനിത് മാറ്റാൻ പോവാണ്. മാച്ച് കഴിഞ്ഞാൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആദിശങ്കർ വേഗം ചോദിക്കും. ഓക്കെ, എടാ റിയാക്ടന്റ് മൊത്തം റിയാക്ഷൻ കഴിയുന്നു, അതായത് ഫുള്ളി ഡീകമ്പോസ് ചെയ്യുന്നു, SO2 Cl2 ഫുള്ളി ഡീകമ്പോസ് ചെയ്ത് SO2 Cl2 ആവുന്നു. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് ഇല്ലല്ലോ. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ടോട്ടൽ പ്രഷറാണ് ഞാൻ എന്തായിട്ട് എടുത്തത്, PI ആയിട്ട് എടുത്തത്. അത് രണ്ട് പ്രൊഡക്റ്റിലും ഈക്വൽ ആയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സർഫസിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ ഇവിടെ ഓരോ പോയിന്റിലും അപ്ലൈ ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കില്ലേ? ഈ ടോട്ടൽ പ്രഷർ ഇവിടെ എല്ലാവരുടെയും അപ്ലൈ ചെയ്യില്ലേ? അപ്പൊ ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് പ്രൊഡക്റ്റിന്റെ മുകളിലും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കും, PI. ബസ്സാണേ ചോദിച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ല, പ്രഷറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ഡീകമ്പോസിഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, എത്ര പ്രഷർ കുറയുന്നു, ലൈക്ക് ടോട്ടൽ പ്രഷറിൽ നിന്ന് എത്ര പ്രഷർ അവിടെ കുറയുന്നു, എൻ്റെ റിയാക്ടന്റിൽ എത്ര മാത്രം പ്രൊഡക്റ്റായി മാറുന്നു, അതിനനുസരിച്ചാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, യെസ് മക്കളെ, ഞാനിത് വായിച്ചോട്ടെ, ഫൈനൽ ആൻസർ എഴുതിക്കോട്ടെ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. യെസ്, ഫൈനൽ ആൻസർ ദാ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാം. ഇതുപോലത്തെ ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ബോർഡ്സിന് തരിക, കാരണം വാല്യൂസ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് K is equal to 2.303 by 10 log 15 by 10, that is 3/2. ഓക്കെ, log A by B എന്ന് പറഞ്ഞാൽ log A minus log B ആണ്, that is equal to 2.303 by 10 log 3 minus log 2, which is equal to 2.303 by 10 by 10 log 3. അയ്യോ, log 3യുടെ വാല്യൂ സാർ ക്വസ്റ്റ്യൻ തന്നെ, log 3യുടെ വാല്യൂ log 3 0.4771 മൈനസ് 0.3010. ഓക്കെ, ഓൺ സോൾവിങ് വി വിൽ ഗെറ്റ്, ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സോ 0.2303 ഇൻറ്റു ഇത് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടിയ വാല്യൂ പറയടാ, 0.1760 ചെയ്തെടുത്താൽ ആൻസർ കിട്ടും. പറ, ചെയ്തെടുത്തപ്പോൾ കിട്ടിയ ആൻസർ പറ. യെസ് ഷെർലിൻ പറഞ്ഞോ. സീറോ 40 മതി. ഓക്കെ, സെക്കൻഡ് റേഷ്യോ -1. ഓക്കെ അല്ലേ, നല്ലൊരു ചോദ്യം, എന്തായാലും നോക്കി പൊക്കോളൂ കേട്ടോ. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും സോൾവ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, എഴുതി തീർത്തേ. യെസ്, ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റ്. യെസ്, ഇനി എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞില്ലേ? യെസ്, എല്ലാവരും കംപ്ലീറ്റ് ആയെങ്കിൽ ടാറ്റാന്നെ. യെസ്, ഓക്കെ, ഇതേ ടൈപ്പിൽ 2017 ചോദിച്ച ചോദ്യം ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം, എന്തായാലും ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഓക്കെ സാർ, എന്നെ കളയാം, ക്വസ്റ്റ്യൻ കൊടുക്കാം, ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇതാണ് ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, ഞാൻ ഇപ്ലൈ തരുവാണ്, കൊടുക്കും. യെസ്, സ്ക്രീൻഷോട്ട് ചെയ്തേ. ഞാനിതിൻ്റെ സൊല്യൂഷനിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം അതുകൂടെ തരാം. സ്കൂളിൽ നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ മെത്തേഡാണ്. കോഎഫിഷ്യന്റ് 1 അല്ലെങ്കിൽ ഈ മെത്തേഡേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. SO2 Cl2ൻ്റെ കേസിൽ SOCl2ൻ്റെയും അവിടെയുള്ള റിയാക്ടൻസിൻ്റെയും പ്രൊഡക്ഷൻ്റെയും എല്ലാം കോഎഫിഷ്യന്റ് 1 ആണ്. അവിടെ നമുക്ക് ആ ഇക്വേഷൻ കൊടുക്കാം, കുഴപ്പമില്ല. അല്ലാത്ത കേസസിൽ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. യെസ്, സ്ക്രീൻഷോട്ട് ചെയ്തോ? സെറ്റ് അല്ലേ? കഴിഞ്ഞല്ലോ. യെസ്, ചെയ്തു നോക്കിയോളൂ കേട്ടോ, എന്തായാലും ചെയ്തു നോക്കിയോളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ മക്കളുള്ള സാറന്മാർ എൻ്റെ മക്കളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. യെസ്, യെസ് മാളവിക.
മാളവികയോട് ഇപ്പം എന്താ ചോദിക്കുക? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പറഞ്ഞേ. അടുത്താണ് റിയ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. വെരി ഗുഡ്. അടുത്താണ് ഗായത്രി. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് ആണല്ലോ ഇക്വേഷൻ. ടി ഹാഫ് ഈക്വൽ ടു ഒന്ന്. അങ്ങനെയാണോ? ടി ഹാഫ് ദാറ്റ് ഈസ് ഹാഫ് ലൈഫ്. കുഴപ്പമില്ല. അടുത്താള് ജെനിഫറെ. മോളെ ടി ഹാഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് 0.693/k. 693/k. ഓക്കെ. അടുത്താണ് നിധി. അരീനസ് ഇക്വേഷൻ. K is equal to അത് ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. നോർമൽ അരീനസ് ഇക്വേഷൻ അതിൻ്റെ ഫസ്റ്റ് ഫോമാറ്റ് പറയും. മറ്റേത് തെറ്റല്ല, ബട്ട് സ്റ്റിൽ അതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന ഇക്വേഷനാണ് മറ്റത്. K is equal to AE. ഇല്ല, അടുത്താണ് കിരണേ. അരീനസ് ഇക്വേഷൻ K is equal to AE raised to എന്താ? അതെ. ഓക്കെ. അടുത്താണ് ഫർഹാന. എടാ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. R0/R അല്ലെങ്കിൽ A0/A. ഓക്കെ. അടുത്താണ് അബ്ദുൾ സമദ്. പേര് ഗോവിന്ദ്. സോറി ഗോവിന്ദേ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ്. ഓക്കെ. അടുത്താണ് ഏഞ്ചലിൻ മോളെ. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ്. R0 മൈനസ്. അടുത്താണ് മാളവിക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ. താങ്ക് യു. യെസ്, മകളുള്ള സാറുമാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവസാനിപ്പിക്കാം. നമുക്കൊരു ചെറിയ ബ്രേക്കിലോട്ട് പോവാം. പോയി വാ.